ചരിത്രത്തിലെ ചില പൊളിച്ചെഴുത്തുകളിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ധരിക്കുന്നത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പമായിരുന്നു എന്നാണ്. ഏറെക്കുറെ രാജഭക്തരല്ലാത്ത മലയാളികളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒക്കെ പങ്കെടുത്തിരുന്നു എന്നും നമ്മൾ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ളവരും അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ള ധാരണയാണ് നമുക്ക് പൊതുവേ ഉള്ളത്. എന്നാൽ അതല്ല എന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിറ്റ് പോകരുത് എന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിൽ കഴിയാനാണ് ആഗ്രഹമെന്നും പറയുന്നത് കൂടാതെ എഴുതി നൽകുകയും ചെയ്ത ഒരു ജനസമൂഹത്തെക്കുറിച്ചാണ്, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി അങ്ങനെ എഴുതി കൊടുത്തൊരു സമൂഹം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില തെളിവുകളുമായാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളനി വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ സമരം അരങ്ങേറിയ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് അറിയണം. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721 ഉമയമ്മ റാണിയുടെ ഭരണകാലത്തിന് ശേഷമാണത് സംഭവിക്കുന്നത്. അത് തുടങ്ങുന്നത് ഡച്ചുകാരിൽ നിന്നാണ്. ഡച്ചുകാർ കൊല്ലത്തെത്തി കൊല്ലം രാജാവിൽ നിന്നും അനുമതി വാങ്ങി കല്ലടയാറ്റിൻ്റെ തീരത്ത്, ആ നദീമുഖത്ത് അവർ ഒരു സംഭരണശാല ആരംഭിച്ചു, കുരുമുളകിൻ്റെ സംഭരണശാല. അവിടെ ഇരുന്നു കൊണ്ട് അവർ തൊട്ടടുത്തുള്ള ആറ്റിങ്ങലിലെ കുരുമുളക് കുത്തക കൂടി റാണിയോട് ആവശ്യപ്പെടുന്നു, ഉമയമ്മ റാണിയോട് ആവശ്യപ്പെടുന്നു. ഉമയമ്മ റാണിക്ക് എന്തുകൊണ്ടോ ഡച്ചുകാർക്ക് അത്തരമൊരു വ്യവസ്ഥ വയ്ക്കാൻ മടി കാണിച്ചു. ഒരുപക്ഷെ ഡച്ചുകാർ അതിനു മുമ്പ് കൊല്ലത്ത് നടത്തിയ ക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി ആയിരിക്കാം അതിന് കാരണം. അത് കൃത്യമായി നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഡച്ചുകാരെ ആറ്റിങ്ങൽ രാജ്യത്ത് പ്രവേശിക്കാൻ ഉമയമ്മ റാണി അനുവദിച്ചില്ല. അതിന് ഡച്ചുകാർ ചെയ്തൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഡച്ചുകാർ നെടുമങ്ങാട്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊട്ടാരക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും രഹസ്യ ഏജന്റന്മാരെ വെച്ച് കുരുമുളക് കള്ളക്കടത്ത് നടത്തി കൊല്ലത്ത് അവരുടെ ഫാക്ടറിയിലെത്തിച്ചു. ഈ കള്ളക്കടത്ത് നേരിട്ട് തടയുന്നതിനുള്ള ആൾശേഷി അന്ന് ആറ്റിങ്ങൽ റാണിമാർക്കില്ലായിരുന്നു. അതുകൊണ്ട് ആറ്റിങ്ങൽ റാണിയുടെ ബുദ്ധിയിൽ ഉദിച്ച മറ്റൊരു ഗൂഢതന്ത്രമാണ് ഒരു വിദേശിയെ മറ്റൊരു വിദേശിയെ കൊണ്ട് നേരിടുക എന്നുള്ളത്. അതായത് ഡച്ചുകാരെ നേരിടാൻ ഇംഗ്ലീഷുകാരെ ക്ഷണിച്ചു വരുത്തുക എന്നുള്ള തന്ത്രമാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ ഉമയമ്മ റാണി ഡച്ചുകാർക്ക്, അതായത് അന്നത്തെ മന്ത്രിയായിരുന്ന, അതായത് ആറ്റിങ്ങൽ രാജ്യത്തിന് 2 മന്ത്രിമാരാണുള്ളത്. ഒന്ന് വഞ്ചുമുട്ടം പിള്ളയും മറ്റേത് കുടമൺ പിള്ളയും. വഞ്ചുമുട്ടം പിള്ളയെ വഴി ഒരു കത്ത് അന്ന് കോഴിക്കോട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് അയക്കുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ തലവനായിരുന്ന മിച്ചൽ സാഹിബ് ഈ കത്ത് വായിച്ചതിന് ശേഷം അദ്ദേഹം ഒരു പ്രതിനിധിയെ ആറ്റിങ്ങലിലേക്ക് അയക്കുന്നു. ബാർബോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അന്ന് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം. അവർ തെക്കൻ കേരളത്തിലേക്ക് അല്ലെങ്കിൽ തിരുവിതാംകൂറിലേക്ക് സ്ഥാനമുറപ്പിക്കുവാൻ കൊതിച്ചിരുന്ന ഒരു കാലത്താണ് ഉമയമ്മ റാണിയുടെ കത്ത് മിച്ചൽ സാഹിബിന് കിട്ടുന്നതും മിച്ചൽ സാഹിബ് ബാർബോൺ എന്ന് പറയുന്ന പ്രതിനിധിയെ ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെ ബാർബോൺ എന്ന് പറയുന്ന സാഹിബ് ഇവിടെ എത്തുകയും ഉമയമ്മ റാണിയുമായി ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തു. 1694 ആ കരാർ ഒപ്പിടുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു മൺകോട്ട അവിടെ കെട്ടുന്നതിന് ആരംഭിച്ചു. അങ്ങനെ ഉമയമ്മ റാണി പതിച്ചു കൊടുത്ത 5 തെങ്ങ് എന്ന് പറയുന്ന കടൽ തീരത്തുള്ള അവിടെ ആണ് ഈ കോട്ട ഉയർന്നത്. പക്ഷെ മൺകോട്ടയായതിനാലും ഈ മൺസൂണിൽ പെരുമഴ പെയ്തതിനാലും ആ മൺകോട്ട ഒലിച്ചു പോയി. 1697 കരിങ്കല്ലിറക്കി കരിങ്കല്ലിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. അതോടുകൂടി അവിടുത്തെ തദ്ദേശീയരായ കുരുമുളക് കച്ചവടക്കാർ കലാപം അഴിച്ചുവിടുകയും ചെയ്തു.
ആ കലാപം അവർ അടിച്ചൊതുക്കി. 1719 രണ്ടാമത്തെ കലാപം ഉണ്ടായി, ആ കലാപം അടിച്ചൊതുക്കി. 1720 രണ്ടോ മൂന്നോ കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ അഞ്ചുതെങ്ങിലുണ്ടായി, അതും ശക്തി കൊണ്ട് അടിച്ചൊതുക്കുകയാണ് ഉണ്ടായത് 1721. അപ്പോൾ 1720 രണ്ടോ മൂന്നോ കലാപങ്ങൾ നടക്കുകയും അതിനെ തുടർന്ന് ഈ അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് കോട്ട കെട്ടിയ സ്ഥലത്തിന് കൊടുക്കാനുള്ള പാട്ടപ്പണം മുടങ്ങുകയും ചെയ്തു. അങ്ങനെ പാട്ടപ്പണം മുടങ്ങിയതിനെ തുടർന്ന് ആറ്റിങ്ങൽ റാണി ഈ ബ്രിട്ടീഷുകാരോട് കാണിച്ചിരുന്ന പ്രതിപത്തിക്ക് വ്യത്യാസം വരികയും ഇത് പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി 1721 വിഷുദിനത്തിൻ്റെ തലേ ദിവസം റാണിക്ക് കൊടുക്കാൻ ചില സമ്മാനങ്ങളും അതോടൊപ്പം ഈ പാട്ട കുടിശ്ശികയുമായി അഞ്ചുതെങ്ങ് കോട്ടയിലെ ഉദ്യോഗസ്ഥന്മാരും പടയാളികളും നേരെ ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് വരുന്നു. ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ എത്തി ഉടൻ തന്നെ അതിനകത്ത് സൈമൺ കൗസി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, മാലിറോസ് എന്ന് പറയുന്ന പുരോഹിതൻ, തുടങ്ങിയ ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. അവരിവിടെ വരുന്നു. പിറ്റേ ദിവസം വിഷുവിന് കണി കാണുന്ന സമയത്ത് തന്നെ സ്വർണ്ണ നാണയങ്ങൾ, അതിൻ്റെ പാട്ട കുടിശ്ശിക സ്വർണ്ണ നാണയങ്ങളായി കൊടുത്തു തീർക്കുന്നതിനായിരുന്നു തീരുമാനം. പക്ഷേ വിഷുവിൻ്റെ തലേ ദിവസം രാത്രി തന്നെ നമ്മുടെ ആറ്റിങ്ങൽ റാണിയുടെ മന്ത്രിയായിരുന്ന കുടമൺ പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടക്കൊല നടക്കുകയുണ്ടായി. ആ കൂട്ടക്കൊലയിൽ ഏതാണ്ട് 100-ലേറെ ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു എന്നൊരു കണക്കുണ്ട്. അതല്ല 8 പേരെ കൊല്ലപ്പെട്ടിട്ടു എന്ന് മറ്റൊരു കണക്കുണ്ട്. എന്തായാലും കുറേ അധികം ആളുകൾ അന്ന് ആ രാത്രി കൂട്ടത്തോടെ കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അത് മുഴുവൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥന്മാരും അവരുടെ അടിമകളും അവരുടെ ഉദ്യോഗസ്ഥന്മാരും ആയിരുന്നു എന്നതും വളരെ വ്യക്തമാണ്. ഏതായാലും ആ കൂട്ടക്കൊലയ്ക്ക് ശേഷം കുരുമുളക് കച്ചവടം മന്ദീഭവിക്കുകയും അഞ്ചുതെങ്ങ് കോട്ടയിൽ അതിന് പകരം ആയുധ കച്ചവടം ആരംഭിക്കുകയും ചെയ്തു. 1748 നെടുമങ്ങാട്ട് നിന്ന് ശേഖരിച്ച കുരുമുളക് അഞ്ചുതെങ്ങ് കോട്ടയിലെത്തിച്ച് കണക്കെഴുതിച്ച് അവിടെ നിന്ന് കല്ല് വെച്ച തോക്ക് വാങ്ങുന്നതിന് വേണ്ടി പത്മനാഭൻ പെരിഞ്ചെട്ടി എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ കച്ചവടക്കാരനെ ചുമതലപ്പെടുത്തിയായി മതിലകൻ രേഖ ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന കാർത്തിക തിരുനാളിനും പടയോട്ടം നടത്തുന്നതിനാവശ്യമായ ആയുധങ്ങൾ കൊടുത്തിരുന്നത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്ന ഈ അഞ്ചുതെങ്ങിൽ നിന്നാണ് എന്ന് ഈ രേഖ തെളിയിക്കുന്നു. എന്നാൽ അതിനുശേഷം 1919 നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി എല്ലാ യുദ്ധങ്ങളിൽ നിന്നും രാജ്യം പിന്മാറുകയും രാജ്യത്ത് ഏകദേശം തിരുവിതാംകൂർ ഏകദേശം സമാധാനം പുലരുകയും ചെയ്ത ഘട്ടത്തിൽ ആയുധ കച്ചവടത്തിനോട്, ആയുധം വാങ്ങുന്നതിനോട് തിരുവിതാംകൂർ സർക്കാർ പുറംതിരിഞ്ഞ് നിന്നതിൻ്റെ ഫലമായി നമ്മുടെ അഞ്ചുതെങ്ങ് കോട്ട ശൂന്യമായി. കുരുമുളക് കച്ചവടം പണ്ടേ നിർത്തിയതാണ്. അതുപോലെ തന്നെ ആയുധ കച്ചവടവും പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ വെറുതെ പാട്ടം കൊടുത്ത് ഈ ഭൂമി കൈവശം വയ്ക്കുന്നതിനേക്കാൾ ഇത് തിരുവിതാംകൂറിന് തിരിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഈ അഞ്ചുതെങ്ങ് കോട്ടയുടെ ഭരണം എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂറിലെ റെസിഡൻറ്റ് സാഹിബിനാണ്. അപ്പോൾ റെസിഡൻറ്റ് സാഹിബ് നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശമായിരുന്നു ഈ അഞ്ചുതെങ്ങ്. അപ്പോൾ അങ്ങനെ ഈ അഞ്ചുതെങ്ങ് കോട്ടയും അതിൻ്റെ ചുറ്റുവട്ടമുള്ള 250-ലേറെ ഏക്കർ ഭൂമിയും തിരുവിതാംകൂർ സർക്കാരിന് തിരിച്ചു നൽകാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചു. പക്ഷേ തിരിച്ചു വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ഈ അഞ്ചുതെങ്ങ് കോട്ടയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും താമസമാക്കിയിരുന്ന ഏതാണ്ട് 3000-ഓളം വരുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ബ്രിട്ടീഷ് അധികാരികൾ ഏറ്റെടുത്തു. അവരുടെ അനുവാദത്തോടുകൂടി ഈ തിരുവിതാംകൂറിലേക്ക് ഈ സ്ഥലം കൈമാറാനാണ് അവർ തീരുമാനം എടുത്തത്.
ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ അഞ്ചുതെങ്ങ് കോട്ടയും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലും താമസിച്ചിരുന്നവർ മുഴുവൻ അവർണ സമൂഹത്തിൽപ്പെട്ട മുക്കുവരും വാലരും ഈഴവരും തുടങ്ങിയ ആളുകളായി. അപ്പോൾ ഈ 3000 ആളുകളെയും അവർ വിളിച്ചു കൂട്ടിയിട്ട് റെസിഡൻറ്റ് സാഹിബ് ഈ വിവരം പറഞ്ഞു. നിങ്ങൾ മുഴുവൻ നിങ്ങൾ ബ്രിട്ടീഷ് ഈ തിരുവിതാംകൂർ സർക്കാരിൻ്റെ പ്രജകളാവുകയാണ്. ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി വളരെ വളരെ കൗതുകകരമായൊരു മറുപടിയാണ് കൊടുത്തത്. ആ മറുപടി വാർത്തയായി വന്നതും രേഖകളിൽ കാണുന്നതും അനുസരിച്ച് ഞാൻ വായിക്കാം. 1898 ജൂൺ മാസം 21-ാം തീയതി 8 മണിക്ക് റെസിഡൻറ്റ് സാഹിബ് അവർകൾ ഇവിടെ വന്നിരുന്ന സമയം ഇവിടെ ഉള്ള എല്ലാ പ്രജകളെയും വരുത്തി ഈ സ്ഥലം തിരുവിതാംകൂറിലേക്ക് വിട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് സമ്മതം തന്നെയോ എന്ന് ചോദിച്ചു. അതിലേക്ക് ഇവിടെയുള്ളവർ ബോധിപ്പിച്ച സമാധാനം താഴെ പറയുന്ന പ്രകാരമാണ്. ഞങ്ങൾ മഹാരാജ്ഞി അവരുടെ രാജ്യത്തിൽ ജനിച്ചു വളർന്ന് അവധിയില്ലാത്ത സുഖങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ് ബ്രാഹ്മണർ, ശൂദ്രർ, ഈഴവർ, പറയർ എന്നിങ്ങനെ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ ന്യായമായി സംരക്ഷിച്ചു വരുന്നു. എല്ലാവർക്കും യോഗ്യതയനുസരിച്ച് എല്ലാ ഉദ്യോഗങ്ങളും കൊടുക്കുന്നു. കച്ചേരി മുതലായ സ്ഥലങ്ങളിലും മറ്റും എല്ലാ ജാതിക്കാർക്കും ഒന്നുപോലെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഗവൺമെൻറ് മേൽപ്പറഞ്ഞ സ്ഥലവും മറ്റും ബ്രാഹ്മണർക്കും ശൂദ്രർക്കും തീരെഴുതി കൊടുക്കുന്നില്ല. ആരും അടിമകളാക്കി വിചാരിക്കുന്നില്ല. തിരുവിതാംകൂറിൽ താണ ജാതിക്കാർക്ക് ഒരു ശിപായി പണി പോലും ലഭിക്കുന്നില്ല. അവിടെ അനുഭവിക്കുന്ന സങ്കടത്തിന് കയ്യും കണക്കുമില്ല. അതിനാൽ മഹാരാജ്ഞി അവരുടെ പ്രജകളായ ഞങ്ങൾ തിരുവിതാംകൂട്ട പ്രജകളായ ബ്രാഹ്മണ ശൂദ്രന്മാർക്ക് അടിമകളായി തീരുന്നത് സങ്കടകരമാണ്. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സുഖത്തിനും സായിപ്പ് അവർകൾ തന്നെ ഒരു നല്ല ദൃഷ്ടാന്തമാകുന്നു. ഇപ്പോൾ ഞങ്ങൾ പിതാക്കന്മാരുടെ അടുക്കൽ മക്കൾ എന്ന പോലെ നിർഭയമായി നിന്ന് ബോധിപ്പിക്കുന്നു. തിരുവിതാംകൂറിൽ ഒരു തഹസീൽദാരുടെ എന്ന് വേണ്ട ഒരു ശിപായിയുടെ മുമ്പിൽ പോലും ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പാടില്ല. ഇങ്ങനെ 2 മണിക്കൂർ നേരം സംസാരിച്ചപ്പോൾ നിങ്ങൾ വ്യസനിക്കേണ്ട, ഈ രാജ്യം ഇപ്പോൾ ആർക്കും കൊടുക്കുകയില്ല എന്ന്. അപ്പം ഇവിടെ തിരുവിതാംകൂറിൽ അന്ന് നിലനിന്നിരുന്ന ജാതിസ്പർദ്ധയുടെ ഐത്തത്തിൻ്റെ ഐത്താചരണത്തിൻ്റെയൊക്കെ ഏതാണ്ട് കരാള രൂപം നമുക്ക് ഈ കത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ഈ 3000 വരുന്ന ജനങ്ങൾ തിരുവിതാംകൂറിലേക്ക് തിരിച്ചു പോകുന്നത് തങ്ങൾക്ക് സങ്കടകരമാണ് എന്നും തങ്ങൾ ജാതി അടിമകളായി മാറുമെന്നും ഉദ്ഘോഷിക്കുന്ന ഈ ഒരു കത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഈ കത്ത് ഇന്ന് വരെയും അധികം ആരെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന ഈ കത്ത് പുറത്തു കൊണ്ടുവന്നത് പി ഭാസ്കരൻ ഉണ്ണി എന്ന ചരിത്ര അന്വേഷകനാണ്. അപ്പോൾ തിരുവിതാംകൂറിലേക്ക് വരാൻ ആളുകൾ മടിക്കുന്നതിന് കാരണം തിരുവിതാംകൂർ ഭരണത്തിനോടോ ഭരണകൂടത്തിനോടോ ഉള്ള എതിർപ്പല്ല, മറിച്ച് തിരുവിതാംകൂറിൽ സർക്കാർ ആഫീസുകളിൽ പോലും നടമാടിയിരുന്ന ജാതി സ്പർദ്ധയെ പേടിച്ചും ഭയന്നുമാണ്. ഇതിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിലെ ജനങ്ങളൊന്നടങ്കം രാജഭക്തരല്ലാത്ത ആളുകളൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഈ കത്തിൽ പറയുന്ന മഹാരാജ്ഞി അവർകൾ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ റാണിയല്ല, മറിച്ച് ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയാണ്. ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു 1859 മുതൽ നമ്മുടെ ഈ അഞ്ചുതെങ്ങ് കോട്ടയും അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ. അപ്പം ഇവിടെ ബ്രിട്ടീഷ് ഭരണം ആഗ്രഹിച്ച ഒരു ജനസമൂഹം നിലനിന്നിരുന്നു എന്നും അവരങ്ങനെ ആഗ്രഹിക്കുന്നതിന് കാരണം ഇവിടുത്തെ ജാതിയുടെ കരാള രൂപം ആയിരുന്നു എന്നും ബോധ്യപ്പെടുത്താനാണ് ഈ കത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്.